ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓണ എക്സാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 13-ാം തീയതി രാത്രിയാണ്. അതായത് നാളെ എനിക്ക് ബയോളജിയുടെ ഓണ എക്സാമാണ്. സോ നമ്മുടെ ടൈം ടേബിളൊക്കെ ഒന്ന് ഇടയിൽ മാറിയിട്ടുണ്ടായിരുന്നു. ടൈം ടേബിൾ ഇപ്പോൾ ഒരു ബയോസയൻസ് സ്റ്റുഡൻറ്റിൻ്റെ ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ 14-ാം തീയതി വെള്ളിയാഴ്ച ബയോളജി, പിന്നെ തിങ്കളാഴ്ച 2 എക്സാം വരുന്നുണ്ട്, സെക്കൻഡ് ലാംഗ്വേജും കെമിസ്ട്രിയും, പിന്നെ ട്യൂസ്ഡേ മാത്സ്, വെനസ്ഡേ ഫിസിക്സ്, തേഴ്സ്ഡേ ഇംഗ്ലീഷ്. അങ്ങനെ 20-ാം തീയതിയോടെ എക്സാം കഴിയുന്ന രീതിയിലാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 2 ദിവസം എക്സാം ഒരു ദിവസം 2 എക്സാം വരുന്നത് ഇപ്പോൾ മൺഡേ മാത്രമാണ്. അതിപ്പോൾ സെക്കൻഡ് ലാംഗ്വേജും കെമിസ്ട്രി ആയതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ നാളെ ബോട്ടണിക്ക് എൻ്റെ അത്യാവശ്യം സുവോളജിക്ക് ഏകദേശം ഓക്കെയാണ്. പക്ഷേ ബോട്ടണി ആ ഒരു ബയോടെക്നോളജി ആ പാടമൊന്നും നോക്കിയിട്ടില്ല, അതും കൂടി ഒന്ന് നോക്കാണ്ട്. പിന്നെ എന്ന് പറയണത് തിങ്കളാഴ്ച നമുക്ക് 2 എക്സാം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഞങ്ങൾക്കിപ്പോൾ ബയോളജി എക്സാമിന് മുമ്പ് ഒരു ദിവസം നമ്മുടെ പബ്ലിക് ഹോളിഡേ ആയിരുന്നു ബുധനാഴ്ച, പിന്നെ വ്യാഴാഴ്ചയും നമുക്ക് അവധി കിട്ടി. അപ്പോൾ ബയോളജി ഏകദേശം ഓക്കെയാണ് എന്നുള്ളവർക്ക് ഈ ദിവസം തന്നെ വേറെ ഇപ്പോൾ ടൈറ്റുള്ള ഏതെങ്കിലും സബ്ജക്റ്റ് നോക്കായിരുന്നു. പിന്നെ ഇനി ശനിയും ഞായറും ഉണ്ട് നമുക്ക് അടുത്ത സബ്ജക്ട്സിലേക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ദിവസം കൂടുതൽ പേരും കെമിസ്ട്രി, സെക്കൻഡ് ലാംഗ്വേജ്, ഇപ്പോൾ കെമിസ്ട്രിയോ സെക്കൻഡ് ലാംഗ്വേജോ ഏകദേശം നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാത്സോ അതേപോലെ ഇപ്പോൾ ഒരു ദിവസം ആണ് നമുക്ക് മാത്സിനും ഫിസിക്സിനും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് ശനിയാഴ്ച രാവിലെ ഒരു ദിവസം കൊണ്ടൊക്കെ നോക്കാവുന്നതാണ്. ഇപ്പോൾ സെക്കൻഡ് ലാംഗ്വേജിന് ഇപ്പോൾ ഏകദേശം ഒന്ന് പെട്ടെന്ന് നോക്കിയാൽ കിട്ടും എന്നുള്ളവർക്ക് ശനിയാഴ്ച തന്നെ നമുക്ക് മാത്സിനും ഫിസിക്സിനൊക്കെ വേണ്ടിയിട്ട് ഒരുങ്ങാവുന്നതാണ്. ഇപ്പോൾ എല്ലാം നമുക്ക് ഈ ഒരു ടൈം ഇത്തിരി കുറവാണ്. അപ്പോൾ ഒക്കെ കൂടി ഇപ്പോൾ ഒന്നും തുടങ്ങാത്തൊരു ആളാണെങ്കിൽ അത്യാവശ്യം ബുദ്ധിമുട്ടും. ഓക്കെ, ഇപ്പോൾ മാത്സിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒത്തിരി ഡൗട്ടുണ്ട്, എങ്ങനെയാണ് നമ്മൾ ഒരു ദിവസം കൊണ്ട് എങ്ങനെ നമ്മൾ ഫുള്ള് പഠിക്കും എന്നുള്ളത്. നമുക്ക് നോക്കാം. നമുക്ക് ശനിയാഴ്ച കുറച്ചെങ്കിലും ഒന്ന് മാത്സ് ഒന്ന് റെഡിയാക്കാൻ നോക്കണം. പിന്നെ നമുക്ക് ഇംഗ്ലീഷാണ് വരുന്നത്. അത് നമുക്ക് ഒരു ദിവസം എന്തായാലും ഇംഗ്ലീഷിന് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ ഫിസിക്സ് എക്സാം കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് എക്സാമിൻ്റെയൊക്കെ കിടപ്പ്. ഓണം സെലിബ്രേഷനൊക്കെ ഉണ്ടാവും സ്കൂളുകളിലൊക്കെ. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഈ എക്സാം കഴിഞ്ഞിട്ട് അടുത്ത ദിവസമായിരിക്കും ചിലപ്പോൾ ഓണം സെലിബ്രേഷനൊക്കെ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഓണം എക്സാം. നമ്മുടെ പ്ലസ് ടു ലൈഫിൽ ആദ്യത്തെ ഒരു മെയിൻ എക്സാമാണ്. കഴിഞ്ഞ പ്രാവശ്യം +1 നമുക്ക് സ്കൂളുകാർ തന്നെയായിരുന്നു ഓണം എക്സാം, അവർ പേപ്പർ ഇട്ടായിരുന്നു. പക്ഷേ ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു കേരളത്തിലെല്ലാവരുടെയും ഒരേ ക്വസ്റ്റ്യൻ പേപ്പറാണല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസും പിന്നെ എങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വരിക എന്നുള്ളതിൻ്റെ ഒരു മോഡലും നമുക്ക് ഈ ഒരു ഓൺ എക്സാമിൽ നിന്ന് കിട്ടും. അപ്പോൾ മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുക. കാരണം ഇപ്പോൾ ഈ ഒരു ചാപ്റ്റേഴ്സൊക്കെ ഇനി നമുക്ക് പബ്ലിക് എക്സാമിന് അത്യാവശ്യം വെയിറ്റേജുള്ള ചാപ്റ്റേഴ്സൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ചാപ്റ്റേഴ്സ് ഇപ്പോൾ തന്നെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പക്ക പഠിച്ചു പോയാൽ അപ്പോൾ അത്രയ്ക്ക് ബേർഡൻ വരില്ല. ഓക്കെ, അപ്പോൾ ലാസ്റ്റിക്ക് പിടിക്കുക പറഞ്ഞാൽ ലാസ്റ്റ് ഒരു ഒക്കെ കൂടി കഴിയണമെന്നില്ല, നമുക്ക് ഒരു ബേർഡൻ പോലെയാവും. പക്ഷേ ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു ടേമിൻ്റെ പോർഷൻ അന്ന് തന്നെ പഠിച്ചാൽ അത്യാവശ്യം പിന്നെയും ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് ലാസ്റ്റ് ആ ഒരു ലാബ് എക്സാമും ഒക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും സ്റ്റഡി വെൽ, ടേക്ക് കെയർ, ബൈ.